രാവിലെ ഉറക്കം എണീറ്റ് ഉടനെ നേരെ അപ്പുവിൻ്റെ ഖബറിലേക്ക് നമ്മൾ പോയി. നമ്മളെല്ലാവരെയും കൊച്ചനിയൻ അവൻ നമ്മളെ വിട്ടു പോയിട്ട് 4 മാസമാവും. എൻ്റെ ജീവിതത്തിലെ ഈ വിശേഷപ്പെട്ട ദിവസം അവൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങണമെന്ന് എനിക്ക് തോന്നി. അപ്പോൾ വിശേഷപ്പെട്ട കാര്യം എന്താണെന്ന് അറിയണ്ടേ? വേറൊന്നുമല്ല, എൻ്റെ എൻഗേജ്മെൻ്റ് ആണ്. എനിക്കറിയാം പലർക്കും ഇതാണെങ്കിൽ ഇപ്പോഴായിരിക്കും പലരും അറിയുന്നത്. ഇതിപ്പോൾ കുറച്ച് നേരത്തെയും പെട്ടെന്നും ആണെന്നും എനിക്കറിയാം. പക്ഷേ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും ദാറ്റ്സ് എ ഫാക്ട്. എൻ്റെ എൻഗേജ്മെൻ്റ് ആണ്. സംഭവം എന്ന് പറയുമ്പോൾ ആളാരാണ്, എങ്ങനെയാണ് ഇതിൻ്റെ തുടക്കം, എങ്ങനെ ഇത് പൊയ്ക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതെല്ലാം നിങ്ങൾക്ക് ഈ വ്ളോഗ് തീരുമ്പോഴേ മനസ്സിലാവും. സംഭവം ഞാൻ എന്തായാലും ഈ വ്ളോഗിൽ കംപ്ലീറ്റ്ലി ഇൻവോൾവ് ചെയ്തേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള യാത്രയും കാര്യങ്ങളുമാണ്. കുറച്ച് ഹിൻറ്റുകൾ മാത്രം ഞാൻ തുടക്കം തരാം. എന്തായാലും എൻ്റെ സെയിം ഫീൽഡാണ്, ആം റെസ്ലറാണ് ആളെന്ന് മാത്രം നിങ്ങൾ ഇപ്പം അറിഞ്ഞോ. ബാക്കി ആരാണെന്ന് ഇനി അറിയാം. പിന്നെ സ്ഥലവും കൂടെ പറയാം. മലപ്പുറമാണ് പ്ലേസ്. അപ്പോൾ നമ്മൾ കുറച്ച് ഫാമിലിയിലുള്ള കുറച്ച് പേര് മാത്രം പോയിട്ട് എൻഗേജ് ചെയ്ത് ഉറപ്പിച്ച് വയ്ക്കാനായിട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്നൊരു 32-33 ആൾക്കാരാണുള്ളത്. ഒരു ട്രാവലറും ഒരു കാറും ആയിട്ടാണ് പോകുന്നത്. കുറച്ച് ഫ്രണ്ട്സും ഫാമിലിയിലുള്ളവരാണ് കൂടുതൽ. അപ്പോൾ നമ്മളെല്ലാവരും കൂടെയാണ് പോകുന്നത്. ഒരുപാട് പേരെ വിളിക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ പെട്ടെന്നായതിനെ കൊണ്ട് എല്ലാവരും വിളിക്കാനായിട്ട് പറ്റിയിട്ടില്ല. അതിന്റെ കുറവെല്ലാം നമ്മൾ എന്തായാലും കല്യാണത്തിന് മാറ്റും. ഇപ്പം എന്തായാലും എൻഗേജ്മെന്റിന് നമ്മൾ ഇന്ന് രാത്രി, ഇന്നിപ്പോൾ ബുധനാഴ്ചയാണ്. ഇപ്പോൾ ഈ വീഡിയോ ഞാൻ ഇപ്പോൾ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് രാത്രി ഒരു 9 മണിയാകുമ്പോൾ നമ്മൾ ഇവിടെ നിന്ന് എല്ലാവരും പോകും. എന്നിട്ട് രാവിലെ ഇവിടെ എത്തുന്ന രീതിക്കാണ് പോകുന്നത്. ബാക്കിയുള്ള അപ്ഡേഷൻസ് എല്ലാം നിങ്ങൾക്ക് വഴിയേ അറിയാം. എന്തായാലും ആളാരാണെന്ന് ഞാൻ ഇപ്പോഴേ പറയുന്നില്ല, വഴിയേ പറയാം. അപ്പുവിൻ്റെ ഖബറിലേക്ക് പോയതിന് ശേഷം ഞാൻ പിന്നെ നേരെ എൻ്റെ ഉമ്മാടെ വാപ്പാടെയും ഖബറിലോട്ട് ഓടിപ്പോയി. മരിച്ചു കഴിഞ്ഞതിന് ശേഷം അവരെ പോയി കാണാനൊക്കെ നമ്മളല്ലേ ഉള്ളൂ. അപ്പോൾ അവരുടെ അടുത്തും ഈ വിശേഷപ്പെട്ട കാര്യം പറഞ്ഞല്ലേ പറ്റൂ. ഹാമ്പറും ബൊക്കയിലും വെക്കാനായിട്ടുള്ള ചോക്ലേറ്റ്സ് മേടിക്കാനായിട്ട് ഞാൻ ഷെഫിങ്ങൊക്കെയും കൂടെ പുറത്തു പോകാൻ പോവുകയാണ്. വിളിയേട്ടപ്പോഴാ കണ്ടത്? അങ്ങനെ വീട്ടിൽ വന്നിട്ട് ഞാനും ഉമ്മായും കൂടെ നേരെ പണി തുടങ്ങി. Switching, no speed limit, chrome heart dripping, righting my wrongs, brighten that picture, future so blurry, couldn't frame it with a filter. So I don't know why I act like need some money in the city where the bags at. Took her out of work and now she never going back to it. Said it feels better when you come and put your hands on it. Oh yeah, don't got no money so you spending mine. Back to LA and now we going up. Came from the back and now we in the front. Still in the club and now you know we letting time fly. Can't stop, won't stop, hit the skyline while everybody else flies, cause I'm down right. Keeping things on lock, I'm about mine. Sipping on the punch and time fly. Can't stay in one place, we got outside. Going at it all day till it's nighttime. Now I can't see straight, but it's alright. I'm doing things my way. I'm going out now, I'm going out now, I'm going. Stay out of my business, attitude switching, no speed limit, chrome heart. എന്തായാലും 2 ദിവസം ഞാൻ നല്ല രീതിക്ക് മിസ് ചെയ്യാൻ പോകുന്നത് ബ്രൂസിനെ ആയിരിക്കും. ഞാനപ്പോൾ ഒന്ന് കുളിച്ച് രാത്രി വണ്ടിയിലിട്ടേക്കാനായിട്ടുള്ള ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഉമ്മച്ചിമാരെ വീട്ടിലോട്ട് പോകണം. ഉമ്മച്ചിമാർ എന്ന് പറയുമ്പോൾ ഉമ്മയുടെ ഉമ്മ. അപ്പോൾ അവിടെ നിന്നാണ് നമ്മളെല്ലാവരും പോകുന്നത്. അപ്പോൾ ഉമ്മയും അനിയത്തിയും റെഡി ആവുന്നതേ ഉള്ളൂ, വാപ്പായും. അപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് അവിടെ ആരൊക്കെ എത്തി, എന്തൊക്കെയായി പരിപാടീസൊക്കെ ഒന്ന് നോക്കിയിട്ട് വരാം. അതുകൊണ്ട് വരാം. ഇതാണ് അപ്പിയമ്മ. ഓ, ഇത്ര നേരം കോക്കറി കുത്തി നിന്നിട്ട് വ്ളോഗ് കണ്ടപ്പോൾ ഇതാ ഓടി.
അച്ചുകുട്ട എല്ലാണോ നാണം തന്നെ കേട്ടാ. ഇല്ല അതിലിടാനാണ് റോമൻ കൈയൊക്കെ കാണിച്ചോളൂ. ബോഡിയോടെ ആണ്ട എല്ലാരും എടുക്കാൻ അതുകൊണ്ട് 6 പാക്ക് കൊണ്ട് കയ്യിൽ കൊടുത്ത് ലുങ്കി എടുത്തേക്ക് വ്ളോഗിൽ വരും. മെയിൻ എല്ലാരും എടുത്തിട്ടുണ്ട്. ഇവർക്ക് എല്ലാവർക്കും എന്താ ഇതാ വീഡിയോ കാണുമ്പോ നാണം. അല്ലാത്തപ്പോ ഇൻസ്റ്റഗ്രാമില് ആരടാ ഷേടാ ഇവനീ കാണുമ്പോൾ ഇത് മാത്രമല്ലടാ ക്യാമറ കാണുമ്പോ ഓടും. ഞാൻ ഒരു ഇൻഫ്ലുവൻസർ ആയി പോയില്ലടാ. എനിക്കാണെങ്കിൽ വീഡിയോ എടുത്തല്ലേ പറ്റും. നീ കുനിയണതും നിക്കണതും എണീക്കണതും എല്ലാം ഞാൻ എടുക്കും. ആണ്ട് ഇതിന് OLX വിക്ക് ഇട്ടിട്ടുണ്ട്. വേണോന്നുള്ളൊരു കമന്റ് ബോക്സിൽ വന്നാൽ മതി. അപ്പം ഇവിടെ വന്നിട്ട് അച്ഛനെയും പിക്ക് ചെയ്തുകൊണ്ട് നമ്മളിന് നേരെ ഹുമായൻ വാവച്ചിനെ എടുക്കാൻ പോവാണ്. ഇവ ഇപ്പൊ ആദ്യമായിട്ട് ഇങ്ങനെ ആയനെ കൊണ്ടാണ് ഈ സൈലന്റ് ആയിട്ട് നിൽക്കണത്. ഇതൊരു ഡൈനമൈറ്റ് ആണല്ലടാ. കുറച്ച് കഴിയുമ്പോ അങ്ങ് ഓണായിക്കോളും. പോവാം. ഇങ്ങോട്ട് പോകുമ്പോ കുടിക്കാനുള്ള കട്ടൻ ചായ. സെന്ററിൽ അവിടെ പോയാൽ കുഴപ്പമില്ല. കുഴപ്പമില്ലേ? ഓക്കെ ഡ്രസ്സൊക്കെ അവിടെ വയ്ക്കാം. ഓക്കെ ഏത് ഓ അങ്ങ് അതവിടെ വയ്ക്കല്ലോ. അതവിടെ വയ്ക്കല്ലോ. അത് സീറ്റിൽ പോ തുറ എടാ പയ്യാടേടാ അങ്ങ് എൻഡില് പോയി താഴെ വീഴല്ലേ. അത് മുട്ടകളെ നുള്ളിൽ പറക്കേണ്ടി വരും. അടുത്ത ബൊക്കെ എനിക്ക് നാളെ ഗുളികളുടെ സാധനം പിരിഞ്ഞു പോകരുത്. ഓക്കെ ഹാൻഡിൽ വിത്ത് കെയർ ആം. വെച്ചാ നീക്കി വെച്ചാ കേറ്. ഇപ്പഴെങ്കിലും വന്നതായല്ലേ. ഓക്കെ പോവാം. അപ്പോൾ നമ്മൾ ഉമ്മച്ചിമാരെ വീട്ടിൽ എത്തിയിട്ടുണ്ട്. ഇനി സാധനങ്ങളെല്ലാം ഇവിടെ പറക്കി വെച്ചിട്ട് ഞാൻ പോയി പയ്യന്മാരെ എടുത്തുകൊണ്ട് വന്നിട്ട് വണ്ടി ഇങ്ങോട്ട് വരാൻ പറയണം. ട്രാവലർ നോക്കട്ടാ കാതി കിടക്കണേക്കാ ഫാഷ് ഓഫ് മാട്ര ഉസ്മാൻ കുട്ട. റോക്കി ബായ് നിങ്ങൾ വളർത്തണ തന്നെ. അത് നമ്മളെ വീട്ടിൽ വന്നു കയറിയാണ്. കിളിമാനൂര് വഴി മലപ്പുറം. നമ്മൾ കിളിമാനൂര് വഴി മലപ്പുറം പോയ നിങ്ങൾ അത് എടുക്കാറില്ല. നിങ്ങൾ സെലിബ്രിറ്റി ആയാലോ. നിങ്ങൾ സെലിബ്രിറ്റി ആയി പോയാലോ. ഹസൻകുട്ടൻ വന്നു. അവന്റെ ഇല്ലാത്ത ഒന്നുമില്ല. അവ ഒരു സഞ്ചരിക്കുന്ന ബ്യൂട്ടി പാർലറാണ്. എവിടെന്നൊക്കെ ഇറക്കി ജോർദാനിന്ന് വരുത്തിച്ചല്ലടാ. അതെ 3 ഷർട്ടുണ്ട്. മാറി ഇടാം. കയ്യിലേക്ക് എടുത്തു വരികയാണ് ഗൈസ്. ഓഫ് ടു മലപ്പുറം. ട്രാവലർ ഇനി വരുമ്പഴി അടുത്ത വിളി. ആ കവറിനകത്ത് ഇപ്പൊന്നും കളഞ്ഞില്ല. ആ കവർ അല്ലല്ല അത് ബാബുവിന്റെ ആണ്. കുഴപ്പമില്ലാതെ അപ്പൊ വണ്ടി അവിടെ കിടപ്പുണ്ട്. അപ്പൊ അവരുടെ അടുത്ത് നമ്മളെ പിറകെ വരാൻ പറഞ്ഞിട്ടുണ്ട്. അവന്മാരെല്ലാം വണ്ടി ചാടി കയറി. ഞാൻ ഷെഫിൻ കാക്കയും ഇതിലുണ്ട്. അപ്പൊ നമ്മളെ പിറകെ അവരിപ്പോ വരും.
എപ്പ എത്തിയടാ? കഴിച്ചിട്ട് എന്നടാ വന്നിട്ടുണ്ട്? പോവാം, തുള്ളിച്ചാടി പോവാൻ പറ്റി. ആരി എല്ലാരും റെഡി. നീയൊക്കെ ഫ്രണ്ടിൽ പോയല്ലടാ, ഇനി എത്ര പേരുണ്ട്? നമ്മൾ രണ്ടുപേരൂടെ കേറാണ്ട്. ഓ എനിക്ക് സീറ്റില്ലടാ അവിടെ. ഒതുക്കടാ. ഇല്ല, ഞാൻ കുറച്ചു ബാക്കിൽ പോയിട്ട് വരാം. പറഞ്ഞു ഞാൻ കുറച്ചു നടന്നിട്ടൊക്കെ വരാം. അളിയോയ്, ഞാൻ പിന്നെ ഇതെല്ലാം സെറ്റ് ചെയ്യണ തിരക്കിലായി പോയി. ഇത് കഴിഞ്ഞിട്ട് തുള്ളി തുടങ്ങാൻ പോയി. പെങ്ങളെ വിളിക്കാത്ത എന്താ? ബ്ലോഗിൽ കേട്ടടാ ഞാൻ കഥ. അവിടെ ബ്ലോഗാ? അത് ശരി. അവിടെ तेरे बिना सजनी रे, ऐसे कटे दिन रात, ऐसे तुझसे बात, तेरे सतावे रे सजनी रे, ऐसे कटे दिन रात, ऐसे तुझसे बात, तेरे सतावे रे. ചെറുക്കനൊക്കെ പമ്പം ഗായകന്മാരായിരുന്നില്ലേ ഫാമിലിയോട് കൂടി? കണ്ണം പൂട്ടിയടിക്കാൻ കരിപ്പാറക്കാരങ്ങളുണ്ടേ, ശ്രദ്ധിക്കുക, നെക്സ്റ്റ് കോഡ് നമ്പർ 111. ആരാണ്? നഗരൂരിന്റെ പൊന്നോമന പുത്രൻ അൽ അമീൻ. എവിടെ ബാവുക്കിളി? എവിടെ ഇത്ര താളം പറ്റിട്ട് പാട്ട് പാടാ. നീ പാടിയിട്ട് പോയാ മതി. നീ തുടക്കട്ടെ, സിംഗിൾ പാട്. കണ്ടെത്തി ഞാൻ 1000 താരകൾ പൂത്തുലഞ്ഞു, പിന്നെയും കണ്ട നേരം പുഞ്ചിരി പൂത്തുലഞ്ഞു, കാണാതെ വയ്യെന്ന തോന്നലായി, കണ്ടിട്ടും പോരാതായി, തൊട്ടപ്പോൾ ആത്മാവിൽ തേനിറഞ്ഞു, പൂ പോലെ നീ വിരിഞ്ഞു, ഉള്ളിലൊളിച്ചൊരു മോഹമെല്ലാം കള്ളത്തരങ്ങളെ തുള്ളികളായി, കണ്ട നേരം കൊണ്ടല് മിന്നലായി, മിന്നൽ വാള കയ്യിലിട്ട പെണ്ണഴകേ, എത്തിത്തോടാൻ എത്തുകില്ല മരിവില്ലാണു നീ, മിന്നൽ വാള കയ്യിലിട്ട പെണ്ണഴകേ, എത്തിത്തോടാൻ എത്തുകില്ല മരിവില്ലാണു നീ. Buy myself another bottle, I don't even check the price. Black jacket on me, looking cute, make sure she looking twice. I don't even wanna go out. It's
still cold even when I'm out the house. She wanna play house, what you talking about? I wanna stay out and I'm just talking out loud. Cigarette the wrong way round. Wake up and I'm upside down, yeah. Well, it's just the way it goes. She like her look glamorous and it's just the way it goes. Now we at the hotel, wanna take off her clothes. I'm hoping she won't tell cause I wanna lay low. It's just the way it goes. It's just the way it goes. It's just the way it goes. I wanna lay low. It's just the way it goes. It's just the way it goes. Just the way it goes. I wanna lay low. Just the way it goes. Yeah, she asked me. തുമ്മി പാവം തള്ള ഉപ്പാട് വന്നു. അതിന് വേണ്ട കഴിച്ചു നിങ്ങൾ കഴിച്ചോ? എങ്ങനെയുണ്ടമ്മ യാത്ര? മോൻ നല്ല യാത്ര, അത് തന്നെ ഒന്നും ആയില്ല. പാവപ്പെട്ട ഉറങ്ങട്ടെ ഉറങ്ങട്ടെ. ബാബാ 6 കിലോമീറ്റർ ഉള്ളു. കേറേം എടാ അടച്ചിട്ട് കേറ് നമുക്ക് 11:30 ആകുമ്പോ ഇറങ്ങാം. സമയമുണ്ട്. ഞാൻ ഇപ്പൊ കുളിക്കണില്ലേ. ചെറുക്ക അവസാനം കുളിക്കും, ബാക്കിയുള്ളവരെ നേരത്തെ കുളിക്കണം. അത്രേ ഉള്ളൂ. I want you to come over. I wish that you would come and give me something to prove. Won't you pull me closer? I think that I'm obsessed with everything that you do. I'm waiting, trying to be patient. You look like a painting. It's so frustrating. I hate it, yeah. I probably shouldn't say this. I probably should erase it. I probably shouldn't say this. I wanna be with you. If that's the last thing that I could do. I wanna be with you. If that's the last thing that I could do. Call me a fan. I'm living. Give me your hand. I'm in it. Yeah. I wanna be with you. If that's the last thing that I could do. Sometimes I get nervous but too good to believe. I don't know how it happened, but baby I'm ecstatic that you're sticking with me. I'm waiting, trying to be patient. You look like a painting. It's so frustrating. I hate it, yeah. I probably shouldn't say this. I probably should erase it. I probably shouldn't say this. I wanna be with you. If that's the last thing that I could do. I wanna be with you. If that's the last thing that I could do. Call me a fan. I'm living. Give me your hand. I'm in it. Yeah. I wanna be with you. If that's the last thing that I could do. ഭയങ്കര കുഴപ്പമില്ല. വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ ചാല് ചെയ്ത് ഓടുന്നു പറഞ്ഞു. ഇങ്ങോട്ട്
പിന്നെ എല്ലാവരുടെ ചോദിച്ചിട്ട് കൊടുക്കാതെ അത് ഉടനെ എടുത്ത് കേൾക്കില്ല. തിരിച്ചു കൊടുത്താലും നിനക്കാണ്. ഈ മൊമെന്റിനെ പറ്റി എന്താണ് പറയാ? പറ. അൺഎക്സ്പെക്ടഡ് ടു എക്സ്പെക്ടഡ്. കോക്കർ കുത്തണ ഇത് അതിനുള്ള ചിരി ബിഹൈൻഡ് സീൻ. ഉണ്ട് ഇവിടെ ഉണ്ട്.